നുണപ്രചരണത്തിൻ്റെ ആശാന്മാരായ പിണറായി സർക്കാരിനെ ഇത്തവണ തകർത്ത് തരിപ്പണമാക്കാൻ പോകുന്നത് ശബരിമല വിഷയം ഒന്നു മാത്രമായിരിക്കും. അയ്യപ്പ സംഗമത്തിലെ തട്ടിപ്പും അതിൻ്റെ 100 ഇരട്ടിയുള്ള ശബരിമലയിലെ സ്വർണ്ണമോഷണവും അതെല്ലാം നടത്തി മറുപടി പറയാൻ കഴിയാതെ ജനങ്ങളുടെ മുന്നിൽ തകർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഇരുട്ടടി പോലെ മറ്റൊരു സംഭവം കൂടി വന്നിരിക്കുന്നത്. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് ഒരഗ്നി പരീക്ഷണം എന്ന വിധത്തിൽ ശബരിമല യുവതീ പ്രവേശന കേസ് വീണ്ടും കോടതി പരിഗണിക്കുകയാണ്. നമുക്കറിയാം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ശബരിമല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിനും സർക്കാരിനും അത് തലവേദനയാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ശബരിമലയിൽ ഇരുട്ടിൻ്റെ മറവിൽ സ്ത്രീകളെ മലകയറ്റിയത് പിണറായി വിജയൻ സർക്കാരാണ്. അതിൽ ഒരു തവണ ജനങ്ങൾ വലിച്ചു പുറത്തിട്ടതാണ്. അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് തോന്നിയപ്പോഴാണ് യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത്. അതോടെ സർക്കാരിൻ്റെ കാര്യം പോക്കായി എന്ന് തന്നെ പറയാം. കൊറോണയുടെ പിൻബലത്തിൽ തൽക്കാലത്തേക്ക് ഒളിപ്പിച്ചു നിർത്തിയ ശബരിമലയിലെ എല്ലാ തട്ടിപ്പും വീണ്ടും ശക്തമായി ആഞ്ഞടിക്കുകയാണ്. അത് കൊടുങ്കാറ്റായപ്പോഴാണ് തദ്ദേശ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി മാറിയത്. അതിനെ PR വർക്കിലൂടെ ശമിപ്പിച്ച് ജനവിശ്വാസം വീണ്ടെടുക്കാമെന്ന് കരുതിയപ്പോഴാണ് അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകളിലെ കള്ളത്തരമെല്ലാം പുറത്തു വന്നത്. അതിൽ നടന്ന തട്ടിപ്പിനും പച്ചയായ മോഷണത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് നേതൃത്വം നൽകിയെന്ന് തെളിഞ്ഞു വന്നിരിക്കുന്നു. എന്നാൽ ഇപ്പോഴിതാ ഇതിനെയെല്ലാം കവച്ചുവെക്കുന്ന രീതിയിൽ ശബരിമല യുവതീ പ്രവേശന വിധി പുനഃപരിശോധിക്കാനുള്ള നടപടിയിലേക്ക് സുപ്രീം കോടതിയും കടന്നിരിക്കുന്നു. നവോത്ഥാനത്തിൻ്റെ പുതിയൊരു ഏടായി യുവതീ പ്രവേശനത്തെ വ്യാഖ്യാനിച്ച ഈ പിണറായി സർക്കാരിന് ഇപ്പോൾ അതേ നിലപാടാണോ എന്നത് കോടതിയിൽ പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. അങ്ങനെ വന്നാൽ യുവതികളെ കയറ്റാൻ ഞങ്ങൾ ഇടതുപക്ഷം തയ്യാറാണെന്നും പറയേണ്ടി വരും. കോടിക്കണക്കിന് വിശ്വാസികൾ അപ്പോൾ തന്നെ പണി തരാൻ കാത്തു നിൽക്കുകയാണ് ഈ സർക്കാരിന്. മറിച്ചാണ് നിലപാടെങ്കിൽ ഒരു നിലപാടില്ലാത്ത സർക്കാർ എന്നുള്ള നിലയിൽ നാണം കെട്ട് പുറത്തിറങ്ങേണ്ടി വരും. ഏതായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്ത് പുനഃപരിശോധനാ ഹർജികൾ കൂടി പരിഗണിക്കാൻ സുപ്രീം കോടതികൾ പൊടുന്നനെ ഒരു തീരുമാനമെടുത്തതിലാണ് സർക്കാരിൻ്റെയും LDFിൻ്റെയും ആപ്പീസ് പൂട്ടാൻ പോകുന്നത്. നമുക്കറിയാം, ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ ഹർജി നൽകിയ സംഘടനയാണ് NSS. സർക്കാരിന് പഴയ നിലപാടില്ല എന്ന് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞുവെങ്കിലും അങ്ങനെ ഒരു നിലപാട് സർക്കാർ ഇതുവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, CPMൻ്റെയും LDFിൻ്റെയും നിലപാട് തീരുമാനിക്കുന്നത് ഇവിടെ സുകുമാരൻ നായരല്ല. മുഖ്യമന്ത്രിയോട് KPMSനെ പോലുള്ള നവോത്ഥാന സമിതിയിലെ സംഘടനകളെല്ലാം ഇടയുന്നതും നമ്മൾ കാണേണ്ടി വരും. എന്നാൽ UDF സർക്കാർ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ടാണ് ശക്തമായ നിലപാട് എടുത്തത്. എതിർത്തുകൊണ്ട് സത്യവാങ്മൂലം നൽകുകയും ചെയ്തിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ. അതുകൊണ്ട് അവർക്ക് ഈ നിലപാട് മാറ്റി പറയേണ്ടി വരില്ല. പിണറായി സർക്കാരാണ് ഇതിന് നിലപാട് അറിയിക്കേണ്ടത്. യുവതീ പ്രവേശനം വേണമെന്ന ആവശ്യക്കാർക്ക് ഒപ്പം നിന്ന പിണറായി സർക്കാർ വിധി നടപ്പിലാക്കാൻ മുന്നിട്ടിറങ്ങി എന്നു മാത്രമല്ല, ആ വിധിക്ക് ശേഷം പുനഃപരിശോധനാ ഹർജി വന്നപ്പോഴും അതിനെ എതിർത്തവരാണ് പിണറായി. അവർക്ക് അങ്ങനെ പെട്ടെന്നൊരു നിലപാട് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഏതായാലും കോടതിയിൽ വാദം കേൾക്കുമ്പോൾ നിലപാടറിയിക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് പിണറായി സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലായി കഴിഞ്ഞു. ശബരിമല സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലുള്ളൊരു പോരാട്ടമായി ഇത് മാറുമ്പോൾ അതിനൊപ്പം തന്നെ സ്ത്രീകളെ കയറ്റാൻ നിൽക്കുന്നവർക്ക് ശബരിമല അയ്യപ്പൻ്റെ സർവ്വതും മോഷ്ടിച്ചവർ എന്നൊരു പേര് കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമായി.